ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത ഒരാഴ്ച ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് അല്ലേ, അല്ലാതെ നമ്മൾ അമ്മമാർക്ക് വേറെ എന്താ ഉള്ളത് അല്ലേ. അപ്പോൾ ഒരു ദിവസം ദോശയായിരിക്കും, ഒരു ദിവസം ചപ്പാത്തി ആയിരിക്കും, ഒരു ദിവസം ഉപ്പുമാവായിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിത സ്റ്റൈൽ. അങ്ങനെയാണ് കേട്ടോ, നാടൻ ഭക്ഷണം തന്നെയാണ്, അല്ലാതെ പുറത്ത് പോയി കഴിക്കലോ അല്ലെങ്കിൽ അതൊക്കെ വളരെ വിരളമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണു അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ദിവസം ദോശയായിരിക്കും, ഒരു ദിവസം ആ മാവ് കുറച്ച് ബാക്കി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദോശ ഉണ്ടാക്കും. അല്ലെങ്കിൽ ദോശമാവ് കുറച്ച് കുറവാണെങ്കിൽ ഒത്തിരി ഗോതമ്പ് പൊടിയോ റവയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ സർവ്വസാധാരണം, ഇങ്ങനെ തന്നെയാണ് അല്ലേ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ചപ്പാത്തി ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും എൻ്റെ ചപ്പാത്തി ഇങ്ങനെ ഡ്രൈ ആയി പോവില്ല. അത് എന്താണെന്നുള്ളത്. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുക ഇടയ്ക്ക്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ ഞാൻ ഗോതമ്പ് റവയില്ലേ, അതായത് നുറുക്ക് ഗോതമ്പ്, അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പ് നൈസായിട്ടുള്ള റവയുണ്ട്, അത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ സാധാരണ റവ ഉണ്ടാക്കാറുണ്ട്. പിന്നെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വെറൈറ്റി ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാറുണ്ടല്ലോ, കാരണം അത് എളുപ്പപ്പണിയാട്ടോ ഞാൻ നോക്കണത്. പിന്നെ എന്താണ്, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അപ്പം വല്ലപ്പോഴൊക്കെ ഉള്ളൂ, അത് കുറവാണ്. ഞാൻ ഈ ചമ്മന്തിപ്പൊടി പൊടിക്കുമ്പോൾ തേങ്ങാവെള്ളം എനിക്ക് കൂടുതൽ കിട്ടൂലേ, ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുണ്ടാക്കാറുണ്ട്, അപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തേങ്ങാവെള്ളം ചേർക്കും, കുറച്ച് കൂടുതൽ തേങ്ങാവെള്ളം ഉണ്ടാവുമല്ലോ. പിന്നെ ഇടിയപ്പമൊക്കെ കുറവാട്ടോ, അതൊക്കെ വളരെ കുറവാണ്. അങ്ങനെ എന്നും അങ്ങനെയുള്ള ഞാനും ചേട്ടനും മാത്രമേ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പപ്പണി ഏതാണോ ഞാൻ അതാ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഓരോ ജോലികൾ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ഒരുപാട് വൈകിയൊക്കെയാണ് കിടന്നുറങ്ങണമെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് മടി വരും ഓരോന്നും ചെയ്യാൻ. എന്താ പറയുക, നമ്മുടെ ശാരീരികമായിട്ടും ഒക്കെ വേദനയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ ബോളി പരത്തിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ കൈകാല് വേദന, കാലുവേദന അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് മടി വരും ഓരോന്നും ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആവും. നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും, ഓ പെട്ടെന്ന് ആവുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിലൂടെ കേട്ടോ ഞാൻ പോണത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് കണ്ടാലോ. ആദ്യം ദോശയ്ക്ക് അരയ്ക്കാനുള്ളത് കേട്ടോ, ഒരു 1.5 കപ്പ് അരിയും കുറച്ച് ഉഴുന്ന്, കുറച്ച് ഉലുവ, ഇത്രയും ചേർത്ത് അരച്ച് വയ്ക്കും. അപ്പോൾ അത് ഒരു നീളമുള്ള ഡബ്ബയിലാട്ടോ ഞാൻ ഒഴിച്ച് വയ്ക്കാറ്. അപ്പോൾ അത് പൊങ്ങി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഇങ്ങനത്തെ പാത്രമാണ് നല്ലത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ദിവസം ദോശ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എന്തെങ്കിലും ഇട്ട് എനിക്ക് വേറൊരു ദിവസം കൂടി ദോശ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത്രയ്ക്കായിട്ടോ അരയ്ക്കാറുള്ളൂ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി വയ്ക്കും. പിന്നെ കുറച്ച് ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഉണ്ടാവില്ലേ, നല്ല മാവ് കുറച്ചൊക്കെ നമ്മൾ കഴുകി എടുക്കണം. ആ വെള്ളം ഞാൻ അപ്പം തന്നെ ഒഴിക്കില്ല കേട്ടോ, ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് എടുക്കാറുള്ളൂ. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കും. പിന്നെ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടി ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഞാൻ ഇതുപോലെ മാവൊക്കെ ഉപ്പും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ച് വയ്ക്കും. അതും ഈ പറയണ പോലെ നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് നേരം പുറത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിക്കണ കവറില്ലേ, ഓയിലിൻ്റെ കവറ്, അങ്ങനെയുള്ള കവറിനകത്ത് വെക്കുകയാണെങ്കിൽ ആ എണ്ണമയം ഉണ്ടാവും, ഡ്രൈ ആയി പോവുകയും ചെയ്യില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ അത് ഞാൻ ആവശ്യത്തിന് 2-3 ചപ്പാത്തി മതിയെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. പിന്നെ അതേപോലെ എടുത്തിട്ട് ബാക്കി പിന്നെയും ഇതേപോലെ അടച്ച് സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അത് വളരെ നല്ലൊരു ഇതാട്ടോ ആ ചപ്പാത്തി മാവ് അങ്ങനെ വെക്കണത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ, ചതച്ച മുളകേ, അത് ഞാൻ വീട്ടിൽ തന്നെ ഇതുപോലെ പൊടിച്ച് മാറ്റി വയ്ക്കുകയാണ് പതിവ്, ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ, അപ്പോൾ ഇഡ്ഡലി മാവ്, ദോശമാവ് അല്ലെങ്കിൽ ചപ്പാത്തി മാവ്. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, അപ്പോൾ ആ ചക്കയൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കി വെച്ചു. ഒരു ദിവസം ചക്കപ്പുഴുക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ അത് അറിയാലോ, നമ്മൾ സാധാരണ കഴുകിയൊക്കെ വൃത്തിയായിട്ട് ഇങ്ങനെ ഇതുപോലെ വെക്കണത്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ക്യാരറ്റ് ഞാൻ കുറച്ച് നീളത്തിൽ ഇതുപോലെ അവിയലിന് ഇടാൻ പാകത്തിനും പിന്നെ സാമ്പാറിന് പറ്റിയ രീതിയിലും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ബാക്കി പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതിയല്ലോ. പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇതുപോലെ കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ ഇഞ്ചി ഒരു 3-4 പീസ് ഇഞ്ചിയൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് വയ്ക്കും. പിന്നെ കുറച്ച് കുരുമുളക് ജീരകമൊക്കെ പൊടിച്ച് വയ്ക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് രസമൊക്കെ വെക്കാറുണ്ട്. വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, അത് നമ്മുടെ സാമ്പാറിന് വെക്കാനോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കറിയിലിടാൻ വേണ്ടിയൊക്കെ ചതച്ചിടാനൊക്കെ ആയിട്ട് ചെറിയ ഉള്ളി.
റെഡിയാക്കി വയ്ക്കും. പിന്നെ പച്ചമുളക് നമ്മുടെ ഉപ്പുമാവിന് വേണ്ടിയാണ് കേട്ടോ പ്രധാനമായിട്ടും. എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്താൽ മതിയല്ലോ. പിന്നെ സവാള, അതിപ്പോൾ നമ്മുടെ ഏത് കറിക്കും സവാള ആവശ്യമാണല്ലോ. അപ്പോൾ ഒരു 4 സവാളയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അന്നേരം എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നാളികേരം ഇതുപോലെ 2-3 നാളികേരമൊക്കെ ചിരണ്ടി ഇതുപോലെ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഇതൊക്കെ വെക്കാൻ വേണ്ടി വേറെ പ്രത്യേകിച്ച് കണ്ടെയ്നർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് അത് വെച്ചുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനും സ്ഥലം വേണം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെറിയ രീതിയിലൊക്കെ വെക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ വീട്ടമ്മമാർക്ക് കുറച്ച് സ്ട്രെസ്സ് കുറയും, അത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അപ്പോൾ വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനും പറ്റും, കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ ദോശമാവൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ പുറത്തെടുത്ത് വെക്കണം, എന്നാലാണ് പുളിച്ച് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അത് കാര്യം ഒന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. നാളെ വീണ്ടും കാണാമേ.